ആരാണ് ശരിയായ വോട്ടിംഗ് ഡിസിഷൻ എടുക്കുന്നത്? ആരാണ് കൺഫ്യൂസ്ഡ്? ഈ കൺഫ്യൂഷൻ ആരാണെന്നുള്ളതിനേക്കാൾ ഉപരി എന്താണ് എന്നെ കൺഫ്യൂഷൻ? പ്രത്യേകിച്ച് ഞാനൊരു തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നത്. ഈ തിരുവനന്തപുരത്ത് ഈ കൺഫ്യൂഷൻ ഇത്തവണ വളരെ കൂടുതലാണെന്നാണ് പല പ്രഗത്ഭരും തന്നെ പറയുന്നത്. ചില ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതിനകത്ത് ഇപ്പം വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ വിശ്വാസമുള്ള ആൾക്കാർ പോലും ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഈ കൺഫ്യൂഷൻ വരുന്നത് ഈ നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കിയതായിരുന്നുള്ളൂ. കൺഫ്യൂഷൻ എന്തുകൊണ്ട്? വ്യക്തമായിട്ടുള്ള നിലപാടുകൾ ഇല്ലാത്ത രാഷ്ട്രീയ നേതൃത്വങ്ങളോ ഭരണ നേതൃത്വങ്ങളോ ആയിരിക്കണം ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ കൺഫ്യൂഷൻ തീർച്ചയായിട്ടും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. നമ്മൾ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 വിഭാഗം വോട്ടേഴ്സുണ്ട്. ഒന്ന് ബ്ലൈൻഡ് വോട്ടേഴ്സുണ്ട്. അവർ വിശ്വസിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ വിശ്വസിക്കുന്ന മതം, അതിനെ ബേസ് ചെയ്തിട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് കാൻഡിഡേറ്റ് വോട്ട് ചെയ്യും. അത് അവർ ചെയ്യുന്ന ആ കാൻഡിഡേറ്റ് നല്ലതാണോ ചീത്തയാണോ, അവരുടെ മുൻകാല പ്രവൃത്തി, ഇതൊന്നും ബാധകമല്ല. ബ്ലൈൻഡ് വോട്ടേഴ്സാണ്. പിന്നെ ഒരു വിഭാഗം ഉള്ളത് വ്യക്തമായിട്ട് നിലപാടുള്ള വോട്ടേഴ്സാണ്. അവർ ഒന്നുകിൽ അവരുടെ പാർട്ടിയുടെയോ ആ പ്രസ്ഥാനത്തിൻ്റെയോ പ്രതിനിധിയായി നിൽക്കുന്ന ആളിൽ പൂർണ്ണ വിശ്വാസമുള്ളവർ, അവർ ശരിയായിട്ട് ചെയ്യും എന്ന് ധാരണ ഉള്ളവരുമാണ്. പിന്നെ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഈ കൺഫ്യൂസ്ഡ് വോട്ടേഴ്സാണ്. അവർക്ക് പ്രത്യേകിച്ച് യാതൊരു നിലപാടില്ല. ഞാൻ ആരുടെ കൂടെ നിൽക്കണമെന്നും ഞാൻ ആരാണെന്നും ഞാൻ എന്തിനു വേണ്ടി നിൽക്കണമെന്നും യാതൊരു ഐഡിയ ഇല്ല. ഇത്തരം ആൾക്കാരാണ്, അതായത് ആദ്യത്തെ ബ്ലൈൻഡ് വോട്ടേഴ്സും മൂന്നാമത് പറഞ്ഞ ഈ കൺഫ്യൂസ്ഡ് വോട്ടേഴ്സും ആണ് ഈ സ്വാധീനങ്ങൾക്ക് വിധേയമാകുന്നത്. പലപ്പോഴും ഈ വോട്ടിംഗ് ബിഹേവിയറിൽ കാണുന്ന വലിയ വ്യതിയാനങ്ങൾ വരുന്നത് ഇവരെ കൊണ്ടായിരിക്കും. കാരണം അവരെ പല രീതിയിലും സ്വാധീനിക്കാൻ പറ്റും. അവരെ നിർബന്ധിച്ച് വോട്ട് ചെയ്യിക്കാൻ പറ്റും, പ്രലോഭനങ്ങൾക്ക് വിധേയമാക്കാൻ പറ്റും, ഇമോഷണലി അവരെ ടൈം ചെയ്യാൻ പറ്റും, ഇമോഷണലി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല രീതിയിലും സ്വാധീനിക്കപ്പെടാവുന്ന ഈ ഭാഗം. അപ്പോൾ ഈ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള വോട്ടേഴ്സ് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ വേരിയേഷൻസ് അതൊരു വളരെ പ്രധാനപ്പെട്ട മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണം തന്നെയാണ്. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആൾക്കാരെ പല രീതിയിലും സ്വാധീനിക്കപ്പെടുകയും അവർ തെറ്റായിട്ടുള്ള വോട്ടിംഗ് പാറ്റേൺ തുടരുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഇമ്പാക്റ്റ് അതിനകത്ത് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് വിഭാഗം, ബ്ലൈൻഡ് വോട്ടേഴ്സ് ആൻഡ് കൺഫ്യൂസ്ഡ് വോട്ടേഴ്സ്, ഈ രണ്ട് വിഭാഗക്കാരും ഇതിനകത്ത് വ്യതിയാനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്.